ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സ്കൂളൊക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അല്ലൂട്ടൻ എണീപ്പിച്ച് വിട്ടിട്ടോ ഇരുന്ന് ഉറങ്ങുക കേട്ടോ. അപ്പോൾ വേഗം കുളിച്ചൊക്കെ റെഡിയായി വാങ്ങിട്ട് ഞാൻ മിഷീനിൽ തുണികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് വരുമ്പോഴത്തെ നമ്മുടെ സുന്ദരക്കൂട്ടൻ ഒക്കെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ യൂണിഫോം അടിച്ചിട്ട് ഇപ്പോൾ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇട്ടിക്കണത് അവനിന്ന്. അപ്പോൾ ഇത്ര ദിവസം കളർ ഡ്രസ്സായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ആശാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഒന്നും കൂടി ഉറങ്ങിട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് എന്താണ് ഇതിൽ ഒരു ചെറുനാരങ്ങ വേണം കേട്ടോ. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക. പിന്നെ നമ്മുടെ ബീഫൊക്കെ എടുത്തിട്ട് ഇതിൽ ഇട്ടു കേട്ടോ. അതിലൊക്കെ എല്ലാം ബീഫും അങ്ങോട്ട് തട്ടി കൊടുക്കുക. പിന്നെ നമ്മുടെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് അവിടെ ഒഴിച്ചെടുത്തിട്ട് ഈ ബീഫിൽ നന്നായി ഒന്ന് കൈ കൊണ്ട് മസാല എല്ലാവിടെയും ആവണ പോലെ നന്നായി ഒന്ന് കുഴയ്ക്കാം. കുറച്ച് നേരം നന്നായി കൈ കൊണ്ട് നന്നായി കൊണ്ട് കുഴയ്ക്കുക. പിന്നെ നമ്മുടെ കുക്കർ എടുത്ത് അതിലേക്ക് അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഇപ്പോൾ ഒരു 6 വിസിൽ അടുപ്പിച്ച് വെക്കാൻ വെച്ചിട്ടാട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബീഫ് വേഗം വെന്തോളും, നല്ല സോഫ്റ്റ് ആയിക്കോളും. അതിനാണ് ഈ നാരങ്ങ ഒഴിക്കുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റൗവിൽ അങ്ങോട്ട് വെച്ചു. ഇനിയിപ്പോൾ ഒരു 6 വിസിൽ വരട്ടെ. പിന്നെ അതിന് 6 വിസിലൊക്കെ അങ്ങോട്ട് ആയി. പിന്നെ അതിൽ ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ സ്റ്റൗവിൽ വെച്ച് കുറച്ച് നേരം അങ്ങനെ ആയപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വറ്റി ബീഫ് നല്ല റെഡി ആയിക്കണം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ബീഫ് മസാല അതിട്ടു. പിന്നെ നമ്മുടെ കോൺഫ്ലെക്സ് അതും കൂടി ഇട്ടു കേട്ടോ. കുറച്ച് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കമുളക് ചതച്ചത് അത് ഒരു 2 സ്പൂൺ ഇട്ടിക്കണം കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് കാശ്മീർ ചില്ലി കൂടി ഇടണം കേട്ടോ. അത് എനിക്കത് കാണിക്കാൻ മറന്നതാണ്. അതുകൂടെ ഒരു 2 സ്പൂൺ ഇട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ കളറിനനുസരിച്ച് കുറച്ചുകൂടെ കളർ നന്നായി വേണം പറഞ്ഞാൽ അതിനനുസരിച്ച് ഇട്ടോളൂ. പിന്നെ കുറച്ച് എണ്ണയിലാട്ടോ അത് പൊരിച്ച് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒരു സിമ്മിലാക്കി വെച്ച് ഫസ്റ്റ് ഒന്ന് ഹൈ ലെവലിലാക്കി വെക്കുക. പിന്നെ അങ്ങനെ സിമ്മാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ആക്കി കുറച്ച് സമയം എടുക്കും, എന്നാലും ഭയങ്കര ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പെരുന്നാളിനൊക്കെ ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ വറുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബലമായിരിക്കും അല്ലേ. അപ്പോൾ ഇതങ്ങനെ ബലമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് സുഖമായി കുറച്ച് കഴിക്കാം. വറുത്തത് തോന എണ്ണയിലിട്ട് വറക്കുമ്പോൾ അതൊരു ഒരു ഭയങ്കര ബലം വെക്കുമല്ലോ. ഇത് പിന്നെ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ബീഫ് ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില, കറുവേപ്പിലയൊക്കെ ഇടയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ എണ്ണ കുറച്ച് കുറവാണ്, കുറച്ചുകൂടെ അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങനെ മേലെ കുറച്ചായിട്ട് തൂവി കൊടുക്കുക. അപ്പോൾ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഇക്കാക്ക് ഇങ്ങനെ ഫ്രൈ ആക്കി തിന്നണേക്കാട്ടി കറി വെക്കണ കേട്ടോ കൂടുതലിഷ്ടം. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ കമ്പനിയത്തെ ചേച്ചിമാർ പഴുത്ത മാങ്ങ കിട്ടിയപ്പോൾ തന്ന കേട്ടോ. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് നല്ല കാറ്റും മഴയും ഒക്കെ അങ്ങോട്ട് വന്നിക്കണു കേട്ടോ. ഭയങ്കര ശക്തിയായിട്ട് കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾ വൈകുന്നേരം വന്നപ്പോൾ ഉള്ളതാട്ടോ. നമ്മുടെ അല്ലൂട്ടൻ ഒരു 5:45 കേട്ടോ വന്നിക്കണം. അവരുടെ വാൻ വരാൻ കുറച്ച് വൈകിക്കണം. പിന്നെ ആളിങ്ങനെ അടുക്കളയിൽ പോയി ബീഫ് ഫ്രൈ ഒക്കെ നോക്കിയപ്പോൾ ആൾക്ക് സന്തോഷമായിട്ടോ. ആൾക്ക് നോക്കി. പിന്നെ നമ്മുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ എടുത്തിരുന്ന് ഇങ്ങനെ അവർ നോക്കിയിരിക്കാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കും കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇങ്ങനെയുണ്ട് ബീഫ് ഫ്രൈ ആക്കിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ സൂപ്പർ പറഞ്ഞു. ആൾ ഫസ്റ്റ് ഒന്ന് വായിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വായിലിട്ട് നോക്കി ആൾക്ക് നന്നായി പറ്റിയിരിക്കണം. ആൾക്ക് പിന്നെ ചിക്കൻ, ബീഫ്, കോഴിമുട്ട അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ രാത്രിയായി. പിന്നെ നമ്മുടെ ആശാനെ ഒരു 7 മണിയാകുമ്പോഴാണ് എണീച്ചത് കേട്ടോ. വന്ന് ഉറങ്ങിയിട്ട് പിന്നെ പഠിത്തത്തിലേക്കാണ് ഇരിക്കുക കേട്ടോ. ആശാനെ കണ്ണൊന്ന് തെറ്റിച്ച് ആശാനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കും കേട്ടോ. പിന്നെ പറഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് പഠിക്കും. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞാൽ അവൻ ചിലത് ഏതെങ്കിലുമൊക്കെ തെറ്റിച്ചെഴുതും കേട്ടോ. അപ്പോൾ നമ്മൾ അതല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെ അല്ലൂട്ടൻ്റെ കാര്യങ്ങളൊക്കെ നീറ്റായി ചെയ്തു വെക്കും കേട്ടോ. അപ്പത്തിന് ഇവിടെ പണക്കായി. ഈ പണൊക്കെ ഇനിയിപ്പോൾ കുറച്ച് നേരമൊക്കെ എടുക്കും. അപ്പോൾ നമ്മുടെ അല്ലൂട്ടൻ എഴുതലൊക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂളിലത്തെ ഓരോ
സംസാരങ്ങളൊക്കെ പറയുക കേട്ടോ, ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് കേട്ട് ഇരിക്കണമല്ലോ, അവർക്ക് എന്താ പറയാനുള്ളതൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് അവരെന്താ പറയണം. അപ്പോൾ സ്കൂളിൽ നടന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം കേട്ടോ, ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് ഇനിയിപ്പോൾ ഇവർക്ക് ചോറ് കൊടുക്കാൻ പോട്ടെ, ഇനി കാണുമായിരിക്കും.